മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമ്മൾ ഒരു ഗോവൻ വ്ളോഗാണ് എടുക്കാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. നോക്കൂ, ഇത്ര നേരം ഇങ്ങോട്ട് നോക്കിയിട്ടിരിക്കുകയായിരുന്നു. ക്യാമറ കാണിച്ചപ്പോൾ എല്ലാവരും ഓക്കെ. അപ്പം ഇത് നമ്മുടെ 3rd ഡേ ആണ്. നമ്മളിപ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത്? നമ്മൾ ഇന്ന് കോല ബീച്ചിലോട്ടാണ് പോണേ. അവിടെ പോയി നമ്മൾ കയാക്കിംഗ് ചെയ്യാൻ പോവാണ്. ഹോപ്പ്ഫുള്ളി കയാക്കിംഗ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം ഒരു 10 പേരാണ് വന്നിരിക്കുന്നത് ട്രിപ്പിന്. നമ്മൾ 2 കാറിലായിട്ട് നമ്മൾ റെൻ്റെക്കാർ എടുത്തേക്കുവാണ്. അപ്പം ബാക്കിയുള്ളൊരു ബാക്കിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊരു ലവ് സ്റ്റോറി പാട്ട്. ഇത് എന്തിന്റെ ലവ് സ്റ്റോറി എന്ന് പറയാവോ? എന്തിന്റെ? പായലും ഭിത്തിയും. അപ്പോൾ നമ്മൾ ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുവാണ്. ഒരു സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനിവിടെ എവിടെയെങ്കിലും സ്ക്രീനിൽ കൊടുക്കാം. അപ്പം ഇനിയിപ്പം എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ നിന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് പോവാം. വൈശാഖ് വെയിറ്റ്. എനിക്ക് ഈ സ്ഥലം കാണുമ്പോൾ എന്തോ ഓർമ്മ വരുന്ന പറയട്ടെ, കുട്ടിക്കാനത്തെ വെള്ളച്ചാട്ടമായിരിക്കും. യെസ്, എക്സാക്ട്ലി. അല്ല, അവിടെ ഇങ്ങനത്തെ സിമിലർ നമ്മളൊന്നും പോയതില്ലേ? കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമുക്ക് നടന്നു പോവാം. ഒരു 5 minutes വാക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ സ്ഥലത്തെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ വ്ളോഗൊക്കെ എടുത്ത് പതിയാണ് വന്നത്. അവരവിടെ നിൽക്കുന്നുണ്ട്. വെയിറ്റ് അടുത്ത് ചെന്നിട്ട് ഞാൻ നിങ്ങളെ വ്യൂ കാണിച്ചു തരാം. വ്ളോഗ് എടുക്കുമായതുകൊണ്ട് പിന്നെയും ഞാൻ ബാക്ക് സ്ലോ ആയിപ്പോയി. അത് കുഴപ്പമില്ല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല തണലാണ്. ഓൾസോ കടലിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. താഴെ എന്തോ കടകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പുണ്ട് ഇവിടെ താഴെ വരെ ഇറങ്ങാൻ വേണ്ടിയിട്ട്.
പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പേര് കാണുമല്ലോ, കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആയിട്ടുള്ളവർ. അവർ കാണിക്കുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇതേ സ്റ്റെപ്പ് ഇവിടെ കിടക്കുന്നു, അവരതിലൂടെ പോകുന്നു. ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമുക്ക് സ്റ്റെപ്പിലൂടെ തന്നെ പോവാം. കുറച്ച് നേരം ഈ ബീച്ചിൽ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് പോവാണ്. ആ ഇറക്കം ഇനി കയറണം, ഇനിയും കയറണം. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്, പെട്ടെന്ന് പോവാം. ഈ മല മൊത്തം ഇനി കയറണം, മോളി വരെ. ഗൈസ് എല്ലാവരും ഒരു ഹായ് പറഞ്ഞേ. ഇറക്കുമായിരുന്നു, അപ്പം സ്മൂത്തായിട്ട് നമ്മൾ ഇറങ്ങിപ്പോന്നു. പക്ഷെ ഇപ്പം കയറ്റമാണ്, പറ്റുന്നില്ല. വെയിലത്ത് നല്ല കുത്തനെയുള്ള മല കയറി ഇറങ്ങിയും കഴിഞ്ഞപ്പോഴത്തേക്കും പകുതി ജീവൻ പോയി. ഒന്നും നോക്കിയില്ല, അടുത്തുള്ളൊരു കുഞ്ഞു കടക്കറി ഞാൻ വെച്ചിട്ട് ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്ലാനിങ് ഒക്കെ ഡിസ്കഷൻ നടക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തല്ല ഞങ്ങൾ കയാക്കിങ്ങിന് പോകുന്നത്, വേറൊരു ബീച്ചിൽ കയാക്കിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. കയാക്കിങ് ചെയ്യാനുള്ള ബീച്ചിലെത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും കയാക്കിങ് ചെയ്യാൻ പോവാണ്. ബീച്ചിലെ കയാക്കിങ് ചെയ്തിട്ടുണ്ടോ വൈശാഖിനുവിനെ? ഞാൻ ഫസ്റ്റ് ടൈമാണ്. ഞങ്ങൾക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കയാക്കിങ് ചെയ്യുന്ന ഷോപ്പിൽ നിന്ന് എനിക്ക് ഫോൺ ഇടാനുള്ള ഒരു കവർ തന്നു. ഇത് വാട്ടർ പ്രൂഫാണ്, പിന്നെ വെള്ളത്തിൽ ഇൻ കേസ് പോയാലും ആ വള്ളി പൊങ്ങിക്കിടക്കും. Opposite. Guys, she doesn't know how to wear life jacket. Shut up. I know. This is not the proper way to wear life jacket. Look at me. Ittu. Little. Full safety on. Thumbs up. എനിക്ക് ആക്ച്വലി പേടിയുണ്ട്, പക്ഷേ ഇതിനു മുന്നേ നമ്മൾ പേടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് കയാക്കിങ് പേടിയില്ല, പക്ഷെ ബീച്ച് ആയതുകൊണ്ട് ചെറിയൊരു പേടി. പക്ഷെ നീന്തൽ അറിയാവുന്ന ഒരാളാണ് എൻ്റെ കൂട്ടത്തിലുള്ളത്. സോ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ. ട്രാവൽ ഇടും കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ, ആ ഒരു സീ ഷോറിൽ നിന്ന് അവിടെ നിന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തേ. നമ്മൾ ഏകദേശം സണ്ണിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പേടിച്ചിരിക്കാതെ ഗോ ആൻഡ് ഡു ഇറ്റ് എന്നേ ഞാൻ പറഞ്ഞു. അല്ലേ, നല്ല എക്സ്പീരിയൻസ് അല്ലേ? നമ്മൾ വിചാരിച്ച അത്രയും പേടിയില്ല അല്ലേ? വേവ് വന്നാലും നമ്മളത് അഫക്റ്റ് ചെയ്യത്തില്ല, അങ്ങനെ വലിയ സീനൊന്നുമില്ല. നല്ല നല്ല രസമുണ്ട്. സൺസെറ്റും ഉണ്ട് ഇവിടെ.
നൈസ് വൈബാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അങ്ങ് അവിടെ ആയിട്ടാണ്, കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളാണ് എന്തായാലും ഇത്രയും ദൂരം ഫസ്റ്റ് വന്നതല്ലേ. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം സീ ഓൺ മൈ നെക്സ്റ്റ് വ്ളോഗ്.